നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് സാധ്യതകളാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്നലെ ഞാൻ എൽ ജി എസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പല സുഹൃത്തുക്കളും പറഞ്ഞ ശേഷം അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പരമാവധി ഞാൻ മറുപടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലരുടെയും മറുപടി കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ റാങ്കിന്, എൻ്റെ റാങ്കിന് അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്നാണ് പലർക്കും അറിയേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കണം. റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ ജി എസിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണോ നിർത്തി വെച്ചത് അവിടെ വെച്ചിട്ടല്ല കഴിഞ്ഞ അഡ്വൈസ് ഡീറ്റെയിൽസ്, ഏറ്റവും അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അതായത് അവസാന ദിവസം വരെ, നമ്മൾ ലിസ്റ്റ് ഇറങ്ങിയ 18-ാം തീയതിയാണ്, 17-ാം തീയതി വരെ പല സ്ഥലത്തും അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ആ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. എപ്പോഴും ലിസ്റ്റിൻ്റെ റൊട്ടേഷൻ തുടങ്ങുന്നത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ അവസാനിച്ചത് എവിടെയാണോ അതിൻ്റെ തുടർച്ചയായിരിക്കും. അതിൻ്റെ തുടർച്ചയാണ് പുതിയ ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ്, സപ്പോസ് നമ്മളൊരു 100 ടേൺ ആണല്ലോ ഉള്ളത്, 100 ടേണിലുണ്ടെങ്കിൽ സപ്പോസ് അത് ഒരു 50-ലാണ് നിർത്തി വെച്ചതെങ്കിൽ പിന്നെ അത് തുടങ്ങുക 51 മുതലായിരിക്കും. 51 ഏതാണ് ഓപ്പൺ കോമ്പറ്റീഷൻ, ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ തുടങ്ങും. പിന്നെ ആ റൊട്ടേഷൻ വെച്ച് തുടങ്ങും. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ റൊട്ടേഷൻ തയ്യാറാക്കുക, ഒന്നും അറിയാതെ റൊട്ടേഷൻ തയ്യാറാക്കാനുള്ള നമ്മൾ 1 മുതലാകും. 1 മുതൽ എന്ന് പറയുന്നത് 4-ാമത്തത് ഏത് വരും, SC, L അങ്ങനെ കാറ്റഗറി വരും. അതുകൊണ്ട് റൊട്ടേഷൻ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ, എന്നോട് പലരും ചോദിച്ചു സാറേ ലിസ്റ്റില്ലേ, അവർ ബ്ലാങ്ക് ആയിട്ട് റൊട്ടേഷൻ തയ്യാറാക്കി കൂടെ എത്രാമത്തെ റൊട്ടേഷനിൽ നമുക്ക് കിട്ടുന്ന അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ലിസ്റ്റ് NCA, നോ കാൻഡിഡേറ്റ് അവൈലബിൾ, അതായത് SC കാൻഡിഡേറ്റ് ST അവൈലബിൾ അല്ല, ആ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ST അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് SC എടുത്തിട്ടുണ്ടാവും. ആ കാറ്റഗറിയിൽ ഈ ലിസ്റ്റ് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, SCക്ക് പകരം ST എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം എടുക്കുന്ന ഒക്കെ ST ആയിരിക്കും. LP സ്കൂൾ ടീച്ചറുടെ കേസിൽ മലപ്പുറത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. 85 ടേൺ എന്ത് ചെയ്തു, NCA ഉണ്ടായിരുന്നു. അപ്പോൾ 85 ടേണും ST എടുത്തതിന് ശേഷം മാത്രമേ, ആദ്യത്തെ ST 85 ആളില്ല എങ്കിൽ പോലും അത്രയും ടേൺ ST എടുത്തതിന് ശേഷം മാത്രമേ പിന്നെ SC എടുക്കും. അതുപോലെ തന്നെ ഇതിലുണ്ട്, ഈ കേസിലും അങ്ങനെയുണ്ട്. അപ്പോൾ ആ ടേൺ നോക്കണം ആദ്യം, എത്ര ആൾ NCA വന്നു, അതിനെന്ത് ചെയ്യണം, ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അതുപോലെ TPO എന്ന് പറയും. TPO എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും എത്ര ഓപ്പൺ കോമ്പറ്റീഷൻ 50% നിലനിർത്താൻ വേണ്ടി ചെയ്യും, ചില കാറ്റഗറി മാറ്റി നിർത്തും. TPO ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറയും. അതായത് ചിലപ്പോൾ SC ആയിരിക്കും ഈഴവ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, അപ്പോൾ അവരെ ആദ്യം എടുക്കും. പിന്നെ NJD എന്ന് പറയും. ഏതെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസൊക്കെ പോകുന്നില്ലേ, അഡ്വൈസ് പോകുന്നില്ല ആരെങ്കിലും ജോയിൻ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ NJD, അൺജോയിൻ ജോയിൻ ഡ്യൂട്ടി, അപ്പോൾ അവരെന്ത് ചെയ്യും, അത് റിപ്പോർട്ട് വരുമ്പോൾ ആ കാറ്റഗറിയിൽ NJD ആയിരിക്കും ആദ്യം എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാൻ റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാത്ത ചില അബദ്ധങ്ങൾ പലപ്പോഴും പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ചുള്ള സാധ്യതകൾ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ നിന്ന് എത്ര നിയമനം നടന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എത്ര നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 വർഷത്തെ ചരിത്രമായി, 6 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രമായി. കഴിഞ്ഞ 6 വർഷം ഈ നിയമനമാണ് പോരുന്നതെങ്കിൽ, നിയമന നിലയാണ് പോരുന്നതെങ്കിൽ അടുത്തതിലും ഏതാണ്ട് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുക്കണം, കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളോട് അനലൈസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. കാരണം ഇത് വെച്ചിട്ട് പലരും അനലൈസ് ചെയ്യാറുണ്ട്, LP ലിസ്റ്റും അനലൈസ് ചെയ്യാറുണ്ട്. ഇത് തന്നെ ആയിരിക്കും നമുക്കറിയാലോ. ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിയമനം, ഒരു ജില്ലയിൽ എത്രത്തോളം നിയമനങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു കാലഘട്ടം ഒരു 6 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 3 ലിസ്റ്റിൽ നിന്ന് എടുക്കാറുണ്ട്. ഇപ്പോൾ 12 വർഷത്തേക്ക് ഡീറ്റെയിൽസ്, 9 വർഷത്തേക്ക് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ കഴിയും എത്രത്തോളം നിയമനങ്ങൾ വരും, ഓരോ കാറ്റഗറിയിൽ എത്ര വരും എന്നുള്ളത്. പിന്നെ ആകെ മാറ്റം വരിക, ഈ ലിസ്റ്റിൽ എത്ര ആളുണ്ട്, സപ്പോസ് ഈഴവയിൽ എത്ര ആളുണ്ട്, ചിലപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഈഴവയുടെ എണ്ണം ആയിരിക്കില്ല ഈ ലിസ്റ്റിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ചില മാറ്റങ്ങൾ വരും. അതിന് റൊട്ടേഷൻ തയ്യാറാക്കണം. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ഒരു റൊട്ടേഷൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നിങ്ങൾ PSCയിൽ നിന്നുള്ള ഒരു റൊട്ടേഷൻ ചാർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് മറ്റ് NCAയോ TPOയോ മറ്റ് NJD ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റിൽ നിന്ന് ആദ്യത്തേത് ഓപ്പൺ കോമ്പറ്റീഷൻ ആദ്യത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ ആരാണോ അത് എഴുതുക. രണ്ടാമത്തത് ഈഴവ, EBT ഈഴവ ബില്ലവ തീയ, EBT തൊട്ടടുത്ത ഇതിൽ ഈഴവ ആരാ വരുന്നത് നോക്കുക, അവർ രണ്ടാമത് പ്ലേസ് ചെയ്യുക. മൂന്നാമത് ഓപ്പൺ കോമ്പറ്റീഷൻ, മൂന്നാമത് ഈ ലിസ്റ്റിലെ രണ്ടാമത് കാണുന്നത് ഏത് കാസ്റ്റ് ആയാലും ഏത് കാറ്റഗറി ആണെങ്കിലും അയാൾ രണ്ടാമത് ഓപ്പൺ കോമ്പറ്റീഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ തയ്യാറാക്കുക. പിന്നെ കുറച്ച് വെട്ടെഴുത്ത് എന്നുള്ള പ്രോസസ്സൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി എഴുതും.
ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫീമെയിൽസിന് ലാസ്റ്റ് ഗേഡ് കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ ആദ്യം ഒരു റൊട്ടേഷൻ തയ്യാറാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം PSC അങ്ങനെ ഒന്നിച്ച് റൊട്ടേഷൻ തയ്യാറാക്കില്ല, ഓരോ ഒഴിവ് വരുന്നതനുസരിച്ച് അതിനാണ് റൊട്ടേഷൻ തയ്യാറാക്കുന്നത്. പിന്നെ ഫീമെയിൽസ് വരുമ്പോൾ അത് മാറ്റി വയ്ക്കും. ഫീമെയിൽസിന് പറ്റാത്ത ചില പോസ്റ്റുകളുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ അത് മാറ്റി വയ്ക്കും. അങ്ങനെ റൊട്ടേഷൻ ഓരോ തവണ ചെയ്യും. നമുക്ക് ഏതാണ്ട് അറിയാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക, ഞാൻ പരമാവധി സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ഗ്രൂപ്പുകൾ ആക്റ്റീവാക്കി വയ്ക്കുക. ഗ്രൂപ്പുകളിൽ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നിയമനങ്ങളും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ന് ഞാൻ 1-2 ജില്ലകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം കൊല്ലം ജില്ലയുടെ കാര്യമാണ്. കൊല്ലം ജില്ലയിൽ നമ്മൾ ഈ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 1345. നമുക്കറിയാം മെയിൻ ലിസ്റ്റിൽ 634 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 668 പേരുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 43 പേരുണ്ട്. ടോട്ടൽ 1345 പേരുണ്ട്. ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് വന്നത് 619 619 അഡ്വൈസ് വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് അഡ്വൈസ് ജൂലൈ 4-ലാണ്. ഈ ജൂലൈ 4/7/2025 ജൂലൈ 4 വന്നിട്ട് ഇനി ജൂലൈ 18 വരെ ഉണ്ട്. അതിനിടയിൽ ഒരു അഡ്വൈസും കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അഡ്വൈസ് ഡീറ്റെയിൽസും കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് 4-ാം തീയതി പോയ അഡ്വൈസിൻ്റെ ലിസ്റ്റ്, അതായത് വേക്കൻസി 2-ാം തീയതി വരെയുള്ള വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അതായത് 2-ാം തീയതി, അതായത് ജൂലൈ 2 വരെയുള്ള വേക്കൻസി ആ അഡ്വൈസിൽ തന്നെ റിപ്പോർട്ടായിട്ടുണ്ട്. അത് 14 പേര് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, 14 പേർക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള നിയമനം ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ 509 റാങ്ക് വരെ, ഈഴവ 512, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 26, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, വിശ്വകർമ്മ 453, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV 5 വരെ, HI 6. ഇത്രയാണ് മെയിൽ കാറ്റഗറിയിൽ. ഫീമെയിൽ കാറ്റഗറിയിൽ നോക്കുമ്പോൾ 506 റാങ്ക് വരെ ഓപ്പൺ കോമ്പറ്റീഷൻ, ഈഴവ 492, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 17, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, മുസ്ലിം 579, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, വിശ്വകർമ്മ 586, SIC നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, LV ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV 1, HI 7. ഇങ്ങനെയാണ് ടോട്ടൽ അഡ്വൈസ്. 619 അഡ്വൈസാണ് കഴിഞ്ഞ ഇതിൽ പോയിരിക്കുന്നത്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്. ന്യൂ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് കൂടി വരാനുണ്ട്. അപ്പോൾ 619 നിങ്ങൾ മനസ്സിലായല്ലോ. അതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ, മുൻ ലിസ്റ്റിൽ എന്താണ് സംഭവിച്ചത്? 614 അഡ്വൈസ് ആയിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ ഏതാണ്ട് നിയമനില എത്രയാണെന്നുള്ളത്. ഈ ലിസ്റ്റിന് ഇപ്പോൾ ഇതുവരെ 619 അതിൻ്റെ തൊട്ട് മുന്നിൽ 614. അതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ഒരു 6 വർഷത്തെ നിയമന നില ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് എത്ര വരും എന്നുള്ളത് ഏതാണ്ട് മനസ്സിലാക്കാം. ഇനി പിന്നെ ആ ലിസ്റ്റിലുള്ള ഓരോ കാറ്റഗറിയിൽ എണ്ണം എടുത്താൽ അത് അടുത്ത തവണ അടുത്ത വീഡിയോയിൽ ഈ ആ ഡീറ്റെയിൽസും കിട്ടിയതിന് ശേഷം റൊട്ടേഷൻ തയ്യാറാക്കി ഓരോ കാറ്റഗറി എത്ര എണ്ണമുണ്ട്, ഏതുവരെ നിയമന നില സാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കാം. മുൻ അഡ്വൈസിന് ഞാൻ പറഞ്ഞ പോലെ 614 ആയിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ. അത് 2022 മുമ്പുള്ള ലിസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 556 റാങ്ക് വരെ മെയിൽ കാറ്റഗറിയിൽ, ആണുങ്ങളുടെ കാറ്റഗറിയിൽ ഈഴവ 558, SC 732 റാങ്ക് വരെ നിയമിച്ചിരുന്നു, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, മുസ്ലിം വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു, ഓപ്പൺ കോമ്പറ്റീഷൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, LCO റാങ്ക് 754, OBC 1120, വിശ്വകർമ്മ 532, SIC നാടാർ 1783, ഹിന്ദു നാടാർ 1377, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ധീവര 841, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 10 വരെ, HI സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 വരെ. ഇത് മെയിൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇനി ഫീമെയിൽ കാറ്റഗറിയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 555, ഈഴവ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ, SC 785, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, മുസ്ലിം 589, LCO ആംഗ്ലോ ഇന്ത്യൻ 1305, OBC 825, വിശ്വകർമ്മ 624, SIC നാടാർ 1785, ഹിന്ദു നാടാർ 1219, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര 693, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, HI സപ്ലിമെൻ്ററി ലിസ്റ്റ് 7. ഇതാണ് കൊല്ലത്തിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ കൊല്ലത്ത് ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് 620 അഡ്വൈസിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണയും. ഇത്തവണ 619, അതിൻ്റെ മുന്നേ 614. മനസ്സിലായല്ലോ. കൊല്ലത്തിൻ്റെ ഏതാണ്ട് നിയമന നില എത്രയാണ് വരുന്നത് എന്നുള്ള ഏതാണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു ജില്ല നമ്മൾ പരിഗണിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. പാലക്കാട് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ 1282 പേരുണ്ട്. മെയിൻ ലിസ്റ്റിൽ 619, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 630, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി ടോട്ടൽ 1282.
ഇതിൽ ഫസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റ് വന്നത് നമുക്കറിയാം 18/7/2025 ഇപ്പോൾ വന്നു 22 18/7 ജൂലൈ 18 2022 ആ ലിസ്റ്റ് വന്നു. അതിൽ നിന്ന് ഫസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത് 2022 ലിസ്റ്റ് വന്ന് ഫസ്റ്റ് അഡ്വൈസ് നവംബറിലാണ്. ഇപ്പോൾ ജൂലൈ ആയി, ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലാണ് അന്ന് ഫസ്റ്റ് അഡ്വൈസ് വന്നത്. അന്ന് 115 പേർക്കുള്ള അഡ്വൈസാണ് അന്ന് വന്നത് എന്നുള്ള ഓർക്കുക. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള ടോട്ടൽ അഡ്വൈസ് 609 ആണ്. 609 അതിൽ ആ ലിസ്റ്റിൽ നിന്ന് അവസാനത്തെ അഡ്വൈസ് 30/6 ജൂൺ 30-നാണ് വന്നത്. 20 അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. 25/6/2020 കഴിഞ്ഞ മാസം 25 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് PSC പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അഡ്വൈസും കൂടി ഡീറ്റെയിൽസും കൂടി കിട്ടാനുണ്ടാവും. അവസാന ദിവസം വരെയുള്ള അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവസാന ദിവസം വരെ ഓടി വെച്ച അഡ്വൈസ് നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് റാങ്ക് വരെ 609 അഡ്വൈസ് ആവാൻ വേണ്ടി എത്ര വന്നിട്ടുണ്ടെന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 547 റാങ്ക് വരെ, ഈഴവ 543, SC 612, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 16, മുസ്ലിം 546, LCO റാങ്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, OBC 569, വിശ്വകർമ്മ 528, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV 5, HI 6, LDR CP 6. ഇങ്ങനെയാണ് നിയമനനില വന്നിരിക്കുന്നത്. മുൻ ലിസ്റ്റിൽ നിന്ന് എത്ര വന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 6 വർഷത്തെ ഒരു ചരിത്രം കിട്ടി. അതിൻ്റെ മുന്നത്തെ ലിസ്റ്റും കൂടി ഇരിക്കണം. 675 അഡ്വൈസാണ്. ഞാൻ പറഞ്ഞില്ലേ 675 അഡ്വൈസ് അതിൻ്റെ മുന്നത്തെ. ഇപ്പോൾ 609 എത്തി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരു അഡ്വൈസ് കൂടി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് വരെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും പാലക്കാട് ഏതാണ്ട് എത്ര അഡ്വൈസ് നിലവിലുന്നു എന്നുള്ളത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ കഴിഞ്ഞ ലിസ്റ്റ് 634 റാങ്ക് വരെ പോയിരുന്നു. ഈഴവ 634, SC 774, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, മുസ്ലിം 726, LCO റാങ്കുകൾ ഇന്ത്യൻ 1614, OBC 636, വിശ്വകർമ്മ 719, SIC നാടാർ 938, ഹിന്ദു നാടാർ 760, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, ധീവര 742. ഇങ്ങനെയാണ് നിയമന നില നടന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ പാലക്കാടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. 650-നും 675, 600 മാക്സിമം 700 അതാണ് പാലക്കാട് വരാറുള്ളത്. അതാണ് നമ്മൾ രണ്ട് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് എത്രത്തോളം നിയമനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഏതാണ്ട് നമുക്ക് മനസ്സിലാവും. ഇത്തരം ഡീറ്റെയിൽസ് മറ്റ് ജില്ലകളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേഷനൊക്കെ തയ്യാറാക്കി പിന്നീട് എപ്പോഴെങ്കിലും സമയത്തനുസരിച്ച് അടുത്ത ഇത് പറയാം. ഇത്തരം ഡീറ്റെയിൽസ് രണ്ട് ലിസ്റ്റ് വെച്ചിട്ട് എത്ര സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ഡാറ്റ മറ്റുള്ളവർക്ക് എത്തിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.